ഈ വിധിയിലേക്ക് എത്തിക്കാൻ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനെടുത്ത എഫർട്ട്, കാരണം ഈ സ്കൂളിൽ നടന്നതാണ്, ശുചിമുറിയിൽ നടന്നതാണ്, ഈ ശുചിമുറിയുടെ കുറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് വരെ സൂക്ഷ്മമായി ഇതിൻ്റെ തർക്കങ്ങൾ വികസിച്ചതൊക്കെ ഓർമ്മപദങ്ങളിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കേസാണ്. അത് തെളിയിക്കാനും തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ വളരെ പ്രയാസവും എഫർട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടി വന്നു. പിന്നീട് അതൊക്കെ കോടതിയിൽ സംസ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ കൃത്യമായി വാദിക്കേണ്ടി വന്നു. ഇതിനൊക്കെ നിദാനമായ സർക്കാരിൻ്റെ ഒരു നയം, ഇതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. സന്തോഷ്, തീർച്ചയായും അതുതന്നെയാണ്. അതായത് വളരെ സങ്കീർണമായ ഒരു കേസായിരുന്നു ഇത്. ഈ ഒരു പോക്സോ കേസായിരുന്നു ഇത്. പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു ഇത്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ അന്വേഷണ ഘട്ടത്തിൽ ഈ കേസിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിക്ക് മുൻപാകെ ഈ തെളിവുകൾ ഹാജരാക്കാനും കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ചാർത്തിയ കുറ്റങ്ങൾ തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം, പോലീസിന്റെ ഒരു പഴുതടച്ച അന്വേഷണം ഈ കേസിൽ വളരെ നിർണായകമായിട്ടുണ്ട്, സഹായകരമായിട്ടുണ്ട് ഈ വിധിയിലേക്ക് എത്തുന്നതിൽ എന്ന് പ്രോസിക്യൂട്ടർ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കേസ് പലരും കരുതിയതുപോലെ ഇത് തേച്ചു മായ്ച്ച് മാഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ തെളിവുകളുടെ അപര്യാപ്തത കൊണ്ട് കോടതിയിൽ നിന്നും പ്രതിയെ വെറുതെ വിട്ടേക്കാം, ഇങ്ങനെയുള്ള പല ആശങ്കകളും പലരും പങ്കുവച്ചിരുന്നു. പക്ഷേ അതെല്ലാം ആസ്ഥാനത്തായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണം, വളരെ കൃത്യമായി അത് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നു, വാദങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നു. ഈ വകുപ്പുകൾ പ്രകാരം ഈ പ്രതിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചിട്ടുള്ള സംഘടനകൾക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.